ഒരു മെഷീൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? ഈ രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് യന്ത്രത്തിനുള്ളിലെ 2 ഡിറ്റക്റ്റീവ്സിനെ പരിചയപ്പെടാം. അവർ ഓരോരുത്തരും എങ്ങനെയാണ് കേസുകൾ തെളിയിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. ഒരു AI എങ്ങനെയാണ് ഒരു പസിൽ സോൾവ് ചെയ്യുന്നത്? അത് വെറുതെ കുറേ ഡേറ്റയിലൂടെ പരതി നടക്കുകയാണോ, അതോ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് പിന്നോട്ട് ചിന്തിക്കുകയാണോ? നമുക്ക് കണ്ടുപിടിക്കാം. ഈ 2 രീതികളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ലളിതമായൊരു കേസ് എടുക്കാം. ട്വീറ്റി എന്ന പക്ഷിയുടെ കേസ്. ഈ ഒരു കേസ് ഉപയോഗിച്ച് നമ്മൾ ഈ 2 ഡിറ്റക്റ്റീവ്സിൻ്റെയും പ്രവർത്തന രീതി വ്യക്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് ഫയൽ. നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ ഇതൊക്കെയാണ്. 2 നിയമങ്ങളുണ്ട്, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുമുണ്ട്. ഈ തെളിവുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ AI ഡിറ്റക്റ്റീവ്സ് ഈ കേസ് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡിറ്റക്റ്റീവിനെ പരിചയപ്പെടാം. ഇദ്ദേഹത്തെ നമുക്ക് കളക്ടർ എന്ന് വിളിക്കാം. പേരുപോലെ തന്നെ ഇദ്ദേഹം ആദ്യം ചെയ്യുന്നത് കയ്യിലുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഒരു നിഗമനത്തിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. ടെക്നിക്കലായിട്ട് ഇതിനെയാണ് നമ്മൾ ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. എക്സ്പേർട്ട് സിസ്റ്റങ്ങളിലെ ഒരു അടിസ്ഥാന ആശയമാണിത്. നമ്മുടെ കളക്ടർ ഡിറ്റക്റ്റീവിനെ പോലെ കയ്യിലുള്ള ഡാറ്റയിൽ നിന്ന് തുടങ്ങി അത് നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഈ കളക്ടറുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആളൊരു ഈഗർ ബീവറാണ്. അതായത് വളരെ ആകാംക്ഷയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പുതിയ തെളിവ് കിട്ടിയാൽ ആ തെളിവ് ഉപയോഗിച്ച് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുമോ അതെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഒരു കല്ലുപോലും വെറുതെ വിടില്ല. കണ്ടില്ലേ കളക്ടർ എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചതെന്ന്? ആദ്യം കയ്യിലുള്ള ട്വീറ്റിക്ക് തൂവലുകളുണ്ട് എന്ന വസ്തുതയെടുത്തു. അത് വെച്ചിട്ട് 1-ാം നിയമം പ്രയോഗിച്ചു. അപ്പോൾ ട്വീറ്റി ഒരു പക്ഷിയാണെന്ന് കണ്ടെത്തി. അടുത്തതായി ഈ പുതിയ വിവരം വെച്ച് 2-ാം നിയമം പ്രയോഗിച്ചു. അങ്ങനെ ട്വീറ്റി പറക്കുമെന്ന അവസാന നിഗമനത്തിലെത്തി. വളരെ ചിട്ടയായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു അന്വേഷണം. ഇനി നമുക്ക് 2ാമത്തെ ഡിറ്റക്റ്റീവിനെ കാണാം. ഇദ്ദേഹമാണ് പ്രൊഫൈലർ. കളക്ടറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്. ഇദ്ദേഹം ഒരു നിഗമനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സംശയത്തിൽ നിന്ന് തുടങ്ങി അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടോ എന്ന് പിന്നോട്ട് പോയി അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇതൊരു ഗോൾ ഡ്രിവൻ രീതിയാണ്. അതായത് ഈ നിഗമനം ശരിയാണോ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. എന്നിട്ട് ആ നിഗമനത്തെ സാധൂകരിക്കുന്ന തെളിവുകളുണ്ടോ എന്ന് പിന്നോട്ടു പോയി ചെക്ക് ചെയ്യും. നമുക്ക് ഈ പ്രൊഫൈലിനെ ഒരു മടിയൻ ഡിറ്റക്റ്റീവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ തെറ്റിദ്ധരിക്കരുത്, ഈ മടി ഭയങ്കര എഫിഷ്യൻ്റാണ്. കാരണം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ എന്ത് തെളിവുകളാണോ വേണ്ടത് അത് മാത്രമേ ഇദ്ദേഹം അന്വേഷിക്കുകയുള്ളൂ. അനാവശ്യമായി ഒരിടത്തും സമയം കളയില്ല. അപ്പോൾ പ്രൊഫൈലർ ഇതേ കേസ് എങ്ങനെയാണ് നോക്കിയത്? ട്വീറ്റി പറക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. അത് തെളിയിക്കാൻ ട്വീറ്റി ഒരു പക്ഷിയാണോ എന്ന് നോക്കി. അത് തെളിയിക്കാൻ ട്വീറ്റിക്ക് തൂവലുകളുണ്ടോ എന്നന്വേഷിച്ചു. ആ വസ്തുത നമ്മുടെ കേസ് ഫയലിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതോടെ ലക്ഷ്യം പൂർത്തിയായി. അപ്പോൾ നമ്മളിപ്പോൾ 2 ഡിറ്റക്റ്റീവ്സിൻ്റെയും സ്റ്റൈല് കണ്ടല്ലോ. ഇനി നമുക്ക് ഇവരുടെ രീതികളെ ഒന്ന് നേർക്കുനേർ വെച്ച് താരതമ്യം ചെയ്തു നോക്കാം. എപ്പോഴാണ് ഒരാൾ മറ്റൊരാളേക്കാൾ ബെറ്റർ ആകുന്നത്? ഈ ടേബിൾ നോക്കിയാൽ മതി, സംഭവം ക്ലിയർ ആവും. ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുക്കാം. കളക്ടർ, അതായത് ഫോർവേഡ് ചെയിനിങ്, കയ്യിലുള്ള വസ്തുതകളിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ പ്രൊഫൈലർ ഒരു ലക്ഷ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ഒരു ചോദ്യത്തിൽ നിന്ന്. ഇനി ഡയറക്ഷൻ നോക്കാം. കളക്ടർ ഡേറ്റയിൽ നിന്ന് നിഗമനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു. പ്രൊഫൈലറോ ലക്ഷ്യത്തിൽ നിന്ന് വസ്തുതകളിലേക്ക് പിന്നോട്ട് വരുന്നു. അവസാനമായിട്ട് അവരുടെ സ്ട്രാറ്റജി. കളക്ടർ വളരെ ആകാംക്ഷയോടെ എല്ലാം അരിച്ചുപെറുക്കുമ്പോൾ പ്രൊഫൈലർ തനിക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് അന്വേഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ എല്ലാം അരിച്ചുപെറുക്കുന്നു, മറ്റൊരാൾ ആവശ്യമുള്ളത് മാത്രം നോക്കുന്നു. അപ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ എപ്പോഴാണ് നമ്മൾ കളക്ടറെ വിളിക്കുക? എപ്പോഴാണ് പ്രൊഫൈലറെ ആവശ്യം വരുന്നത്? ഏത് കേസിനാണ് ഏത് ഡിറ്റക്റ്റീവാണ് കറക്റ്റ്? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ വിവരങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് ഒരു സെൻസർ നെറ്റ്വർക്ക് നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ കളക്ടർ, അതായത് ഫോർവേഡ് ചെയിനിങ് ആണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് സിസ്റ്റം പോലെ രോഗിക്ക് ഈ അസുഖമുണ്ടോ എന്നൊരു പ്രത്യേക ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലർ, അതായത് ബാക്ക്വേർഡ് ചെയിനിങ് ആണ് ഏറ്റവും കാര്യക്ഷമം. പലപ്പോഴും സങ്കീർണമായ സിസ്റ്റങ്ങൾ ഈ 2 രീതികളും ഒരുമിച്ചുപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ 2 ഡിറ്റക്റ്റീവ്സും ഒരുമിച്ചൊരു കേസ് അന്വേഷിക്കുന്നതുപോലെ. അപ്പോൾ യന്ത്രത്തിലെ ഈ 2 ഡിറ്റക്റ്റീവ്സിനെയും നമ്മളിപ്പോൾ പരിചയപ്പെട്ടില്ലേ? ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ചിന്താരീതി ഏതിനോടാണ് കൂടുതൽ സാമ്യമുള്ളത്? നിങ്ങൾ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു കളക്ടറാണോ, അതോ ഒരു ലക്ഷ്യം വെച്ച് പിന്നോട്ട് ചിന്തിക്കുന്ന ഒരു പ്രൊഫൈലറാണോ?